ഹലോ! ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അടുത്തേക്കാണ് ട്ടോ. ഞങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഞങ്ങളെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ കാണുന്ന ഞങ്ങളൊരു ബിഗ് ഫാനായിട്ടുള്ള സബ്സ്ക്രൈബറാണ് നമ്മുടെ റസീനത്ത. ലൈവിലൊക്കെ വന്നവർ കണ്ടിട്ടുണ്ടാവും. റസീനത്തൻ്റെ വീട്ടിലേക്കാണ് ട്ടോ പോകുന്നത്. ഇന്ന് റസീനത്തൻ്റെ മകളുടെ നിക്കാഹാണ്. അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോവാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കട്ടിപ്പാറയാണ് ട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോഴാണ് ഞാൻ വഴിയിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഇത്താനെ കണ്ടത്. അത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ കൂടെ ഹോസ്പിറ്റൽ മേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഇത്താത്തയായിരുന്നു ട്ടോ. ഇത്താത്തയ്ക്ക് ഒരു മാറ്റവും അന്നും ഇന്നും ഒരേപോലെ. അങ്ങനെ ഇത്താത്തനെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു ട്ടോ. അപ്പം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിക്കാഹ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ റസീനത്തെ എവിടെയെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കായിരുന്നു. കാരണം മറ്റാർക്കും ഞങ്ങളെ അറിയില്ലല്ലോ. അങ്ങനെ ഞാനും മിയാച്ചും ലച്ചും ഏട്ടനും ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് റസീനത്തെ ഓടി വന്ന് ഞങ്ങളുടെ അടുത്തേക്ക്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾ ഇത്ര ഇഷ്ടപ്പെട്ട് ക്ഷണിച്ച് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി, പോകാൻ പറ്റി, ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റി. ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷമായിരുന്നു റസീനത്തേക്ക്. അങ്ങനെ ഇതാ റസീനത്തിൻ്റെ മോളുടെ അടുത്തെത്തി. മോൾക്ക് ഞങ്ങളുടെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തു. മോളുടെ അടുത്ത് വിഷസൊക്കെ അറിയിച്ചു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ള കുറേ പേരെ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവരൊക്കെ എങ്ങനെ ഇവിടെ എത്തി? അതായത് എലത്തൂരുള്ള കുറേ പേരെ കണ്ടു. കാരണം റസീനത്തയുടെ ഹസ്ബൻഡിൻ്റെ സ്ഥലം വരുന്നത് എലത്തൂരാണ്. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള കുറേ പേരെ കാണാൻ പറ്റി. എൻ്റെ കൂടെ പഠിച്ച 2-3 കുട്ടികളെ കണ്ടു. പിന്നെ റസീനത്തിൻ്റെ ഫാമിലീനെ എല്ലാവരെയും ഞങ്ങൾ പരിചയപ്പെടുത്തി തരികയാണ്. കുറേ പേരെ കണ്ടു, സംസാരിച്ച് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മളും ഒരിക്കലും പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. റസീനത്തെ ആണെങ്കിൽ ഒരുപാട് തവണ റിമൈൻഡർ പോലെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കമൻസിലാണെങ്കിലും ലൈവിൽ വന്നിട്ടാണെങ്കിലും അല്ലാതെ ഞങ്ങളുടെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വരണേ വരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്രയ്ക്കും ആത്മാർത്ഥതയോടു കൂടി തന്നെ നമ്മൾ ക്ഷണിച്ചൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങളത് പങ്കെടുക്കണം തന്നെയായിരുന്നു വിചാരിച്ചത്. അതിന് സാധിച്ചു. അപ്പോൾ ഇതാണ് റസീനത്തയുടെ മോളുടെ പിയാപ്പിള വരുന്നത് കേട്ടോ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. മനസ്സ് നിറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.